ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. 1 വീക്കൊക്കെ ആയി ഉമേഷിന് ലീവ് കിട്ടിയിട്ട്. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തൽക്കാലം എന്നും എടുക്കാൻ നോക്കും, പക്ഷെ കിട്ടൂല കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ വിൻ്റർ വെക്കേഷനുമാണ്. നൈനൂനൊരു 20 ഡേയ്സും നൈഹൂനൊരു 15 ഡേയ്സും ആണ് കേട്ടോ വെക്കേഷൻ. വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ടാക്സി വരും കേട്ടോ. അതിന് മുന്നേ കുറേ പണികളൊക്കെ തീർത്ത് വെക്കാനുണ്ട്. ഞാൻ ഒന്നും തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നല്ല ടിക്കറ്റ് കിട്ടിയത്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിന്നർ മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. ചോറ്, ക്യാരറ്റ്, ഒരു കടലുപ്പേരി അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് 4 മണിയൊക്കെ ആയപ്പോൾ ടാക്സി വന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ടാക്സിയിൽ പോണ വഴിക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ പക്കവട പോലത്തെ സംഭവവും പിന്നെ റൈസും അതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വെറുതെ കൊടുക്കുക. കാറൊക്കെ നിർത്തിയിട്ട് കൈ കാണിച്ചിട്ടാട്ടോ കൊടുക്കണത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ആ ടാക്സി ഡ്രൈവർ പറയുകയാണ്, ഈ പഞ്ചാബിലത്തെ 2 പഞ്ചാബി പെൺകുട്ടികളെ മുസ്ലിംസ് കൊന്നു അത്രേ. അത് ഹിന്ദുക്കളത്രേ കൊണ്ടുപോയി കൊടുത്തത് കൊല്ലാൻ വേണ്ടിയിട്ട്. അവരുടെ ഓർമ്മയ്ക്കായിട്ട് അത്രേ ഇതിങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ. കറക്റ്റ് നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ടാക്സിയിൽ രാജ്പുര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടുന്ന് നമുക്ക് 6 മണിക്കാണ് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിൻ കേട്ടോ. അവിടെ നിന്നാണ് കേരളത്തിലേക്ക് ട്രെയിന്. ഇവിടെ ഇരുന്ന് ഊപ്പാടിളക്കി. നമുക്ക് കൂട്ടിനൊരു നായ ഉണ്ടായിരുന്നു കേട്ടോ. പേടിക്കാതിരിക്കാം, ഭയങ്കര തണുപ്പാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ വൈകിയത് കൊണ്ട് 8 മണിക്കൂറാണ് ലേറ്റ്. ഈ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഏതോ ഒരു ട്രെയിനിന് 9 മണിക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ പോയിട്ടോ. അങ്ങനെ എവിടെയോ ഒരു ചെറിയ സ്ഥലം കിട്ടി. എനിക്ക് മതിയായി ആ ട്രെയിനിൽ കയറിയിട്ട് കേട്ടോ. ഒരു വൃത്തിയില്ല, വെടുപ്പില്ല. അങ്ങനെ ഞാൻ ഉമേഷും ഉറങ്ങാതെ രാവിലെ വെളുപ്പിന് 5:45 നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടുന്ന് നമുക്ക് 6:15 നമുക്ക് രാജധാനി ഉള്ളത് കേരളത്തിലേക്ക് കേട്ടോ. അങ്ങനെ വേഗം ചട്ടപ്പെടാന്ന് കയറി 6:15 നമ്മുടെ കേരളത്തിലേക്കുള്ള ട്രെയിൻ വന്നു കേട്ടോ.